പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി കമ്പനിക്ക് അനുമതി നൽകുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഒരു കാരണവശാലും എലപ്പുള്ളിയിൽ ബ്രൂവറി അനുവദിക്കാൻ സമ്മതിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഇത്തവണ CPI ആസ്ഥാനത്ത് പോയി അവരെ പിണറായി അപമാനിച്ചു. സാധാരണ AKG സെന്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറ്. തീരുമാനങ്ങൾ മുഖ്യമന്ത്രി അടിച്ചേൽപ്പിക്കുന്നുവെന്നും നിലപാടില്ലാത്ത പാർട്ടിയായി CPI മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒയാസിസ് കമ്പനി വന്ന വഴി സുതാര്യമല്ലെന്നും അഴിമതിയിലൂടെയാണ് വന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഭൂഗർഭജലം മലിനമാക്കിയതിന് കുറ്റവാളിയായി നിൽക്കുന്ന കമ്പനിയാണ് ഒയാസിസ്. എലപ്പുള്ളി രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ്. മലമ്പുഴ ഡാമിൽ ആവശ്യത്തിന് വെള്ളമില്ല. കൊക്കക്കോള കമ്പനിയേക്കാൾ വെള്ളം ബ്രൂവറിക്ക് ആവശ്യമായി വരും. മുഖ്യമന്ത്രിക്കാണല്ലോ ബ്രൂവറി കൊണ്ടുവരണം എന്ന് നിർബന്ധമെന്നും അപ്പോൾ മുഖ്യമന്ത്രിയുമായി സംവാദമാകാമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരളം വ്യവസായ സൗഹൃദമെന്ന് വ്യവസായ മന്ത്രി പറഞ്ഞത് ഊതിപ്പെരുപ്പിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. പെട്ടിക്കട, ബാർബർ ഷോപ്പ് ഉൾപ്പെടെ സംരംഭക പട്ടികയിലുണ്ട്. മാളുകളും ഓൺലൈൻ വ്യാപാരവും മൂലം കേരളത്തിൽ റീറ്റെയിൽ വ്യാപാരം തകർച്ചയിലാണ്. ഇത് ചോദ്യം ചെയ്തില്ലെങ്കിൽ കോവിഡ് കാലത്ത് സംഭവിച്ചത് ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊടുക്കുമെന്ന് പറയുന്നത്, നിങ്ങൾ മലമ്പുഴ അണക്കെട്ടിന്റെ ഇന്നലെ പത്രങ്ങളിൽ വന്ന ചിത്രമുണ്ട്. കന്നുകാലികൾ മേയാണ് മലമ്പുഴ അണക്കെട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയ. വെള്ളം പറ്റിയിട്ട് വെള്ളമില്ല. അവിടുത്തെ ഭൂഗർഭ ജലത്തിന്റെ അളവ് വളരെ താഴെയാണ്. അവിടെ ഒരു തരത്തിലും വെള്ളമില്ല. ആവശ്യമായ വെള്ളം വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നിട്ടാണ് ഇത്. കമ്പനി ഫുൾ സ്വിങ്ങിലാവുമ്പോൾ, അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാ പ്രോജക്റ്റുകളും പൂർത്തിയാവുമ്പോൾ ഏകദേശം ഒരു ദിവസം 80 ദശലക്ഷം ലിറ്റർ വെള്ളം, 80 MLD വെള്ളം വേണ്ടി വരും. അത് ശരിക്കും കൊക്കക്കോള കമ്പനിക്ക് ആവശ്യമായ വെള്ളത്തിനേക്കാൾ കൂടുതൽ വെള്ളം ഈ കമ്പനിക്ക് ആവശ്യമായി വരും. അത് അവിടുത്തെ കുടിവെള്ളത്തെ ഗൗരവതരമായി, കുടിവെള്ള പ്രശ്നത്തെ ഗൗരവതരമായി ബാധിക്കും. മാത്രമല്ല, മന്ത്രി പറഞ്ഞത് വാട്ടർ അതോറിറ്റി ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ്. വാട്ടർ അതോറിറ്റി നിയമസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു ധാരണ ഈ കമ്പനിയായിട്ട് ഏർപ്പെട്ടിട്ടില്ല എന്നാണ്. ഈ കമ്പനിയായിട്ട് ആ കമ്പനിക്ക് എത്തനോൾ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടി IOCയിലേക്ക് അവർക്ക് കൊടുത്ത അപേക്ഷയുടെ കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊരു കത്ത് കൊടുത്തത്. ആ കത്ത് തന്നെ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കൊടുക്കാൻ പാടില്ല. കാരണം ഇവരാവശ്യപ്പെട്ടത് എത്രമാത്രം വെള്ളം ആവശ്യമുണ്ട് എന്ന് ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. എത്ര വെള്ളത്തിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. സർക്കാർ കൊടുത്ത ഏത് അപേക്ഷയിലാണ് അവർ റിക്വയർമെന്റ് പറഞ്ഞിരിക്കുന്നത്? എത്രമാത്രം വെള്ളം വേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? മഴവെള്ള സംഭരണി കൊണ്ട് വെള്ളം നടത്തിയാൽ അവിടെ മാക്സിമം ഒരു വർഷം, ഒരു ദിവസമല്ല, ഒരു വർഷം 40 ലക്ഷം ലിറ്റർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസത്തെ ഇവരുടെ ആവശ്യത്തിന്റെ പകുതിക്ക് പോലും അത് ചെലവാകില്ല, മതിയാവില്ല. 40 ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു വർഷം മഴവെള്ളത്തിൽ ശേഖരിക്കാൻ പറ്റുന്നത്, ഒരു വർഷം ശേഖരിക്കാൻ പറ്റുന്നതാണ്. ഫുൾ സ്വിങ്ങിലായ 80 ദശലക്ഷം ലിറ്റർ വെള്ളം അവർക്കിവിടെ വേണം. ഇത് 40 ദശലക്ഷം ലിറ്റർ പെർ ഡേ അല്ല, പെർ ഇയർ ആണ്. പെർ ഡേ വേണം 40-80 ദശലക്ഷം ലിറ്റർ വെള്ളം. അപ്പൊ ഈ പറയുന്ന കണക്കുകളൊന്നും ശരിയല്ല. ഇവര് തെറ്റായ വഴികളിലൂടെയാണ് ഇവർ വന്നിരിക്കുന്നത്. ആ തെറ്റായ വഴികളിലൂടെ എത്തിയത് കൊണ്ടാണ് ഈ കൂടെയുള്ള പ്രശ്നങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട്, ഈ വെള്ളത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഇത് ചെയ്തുകൊണ്ട് ഈ കാര്യത്തിലേക്ക് പോകുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു. വ്യവസായ മന്ത്രി പറഞ്ഞത് ഈ ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ്. ഞാൻ അന്ന് പറഞ്ഞു MSMEകൾ ഭയങ്കരമായി വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത്. 3,55,000 സംരംഭങ്ങളാണ് എന്നാണ് പറഞ്ഞത് കേരളത്തിൽ. എന്താ കാര്യം? 2021 ഈ അമെൻമെന്റ് വരുത്തി, MSMEയുടെ നിർവചനത്തിൽ ഭേദഗതി വരുത്തി. എന്നിട്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഇതുകൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു. അതെല്ലാ സംസ്ഥാനത്തും മാറ്റം ഉണ്ടായി. ആന്ധ്രാപ്രദേശിൽ 2020-21 ഉണ്ടായത് 65,174 സംരംഭങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് 2021-22 ആയപ്പോൾ 1,47,000 ആയി അവിടെ വർദ്ധിച്ചു. 1,47,000 ആയി അവിടെ വർദ്ധിച്ചു. ഇപ്പൊ അവിടെ എത്രയാണെന്നറിയാം? 6,78,000 ഉണ്ട്, അവിടെയുണ്ട്. കർണാടക നോക്കിയേ, അന്ന് 1,52,000 1,52,000 ഉണ്ടായിരുന്നത് ഈ നിർവചനം മാറ്റിക്കഴിഞ്ഞപ്പോൾ 3,14,000 ആയി. ഇപ്പൊ കർണാടകയിലെ സംരംഭങ്ങൾ 6,76,000 ആണ്. ഈ സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ലോൺ എടുത്ത് കടം മേടിച്ച് തുടങ്ങുന്ന പെട്ടിക്കട, മനസ്സിലായില്ലേ, പലചരക്ക് കട,
പച്ചക്കറി കട, ബ്യൂട്ടി പാർലർ, ബാർബർ ഷോപ്പ്, ബേക്കറി തുടങ്ങി വർക്ക്ഷോപ്പ് തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും വരും. ഇതിനകത്ത് ഗവൺമെന്റിന്റെ ക്രെഡിറ്റിലേക്ക് ഇത് എങ്ങനെയാണ് പോകുന്നത്? ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതല്ലേ. റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നു. ഇത് ഗവൺമെന്റ് പഠിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങുന്ന എത്ര സംരംഭങ്ങൾ പൂട്ടിപ്പോകുന്നുണ്ടെന്നാണ്. ഇപ്പൊ 10 റെസ്റ്റോറൻറ്റ് തുടങ്ങി 8 എണ്ണം പൂട്ടിപ്പോവാണ്, കടകൾ പൂട്ടിപ്പോവാണ്. റീറ്റെയിൽ വ്യാപാരവും ഹോൾസെയിൽ വ്യാപാരവും കേരളത്തിൽ തളരുകയാണ് യഥാർത്ഥത്തിൽ. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന് ഓൺലൈൻ സംവിധാനം, 2 മാളുകൾ കേന്ദ്രീകരിച്ചുള്ള ബിസിനസ് കേരളത്തിൽ കൂടി. ശരിക്കും പറഞ്ഞാൽ ഈ റീറ്റെയിൽ ഹോൾസെയിൽ സംരംഭങ്ങൾ കേരളത്തിൽ തളരുകയും അടച്ചുപൂട്ടപ്പെടുകയും ചെയ്യാണ്. എന്നിട്ടാണ് ഇത് ഈ ആളുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് കേരളത്തിൽ 3,44,000 സംരംഭം തുടങ്ങിയെന്നൊരു ഗവൺമെന്റ് വന്ന് പറയും. ഗവൺമെന്റിന് എന്ത് റോളാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്? എന്ത് റോളാണ് ഉണ്ടായിരുന്നത് ഈ കാര്യത്തിൽ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു വളർച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇവർ ഊതിപ്പെരിപ്പിച്ച കണക്കായിട്ട് വരും. ഞങ്ങൾ ഇതിനെ എതിർത്തില്ലെങ്കിൽ കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് പറ്റിയത് പറ്റും. കോവിഡ് കാലത്ത് ലോകത്തിലെ ഏറ്റവും മനോഹരമായി കോവിഡ് കൈകാര്യം ചെയ്ത സംസ്ഥാനം കേരളമാണ് എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് അത് ബോധ്യപ്പെട്ടത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ട 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് 28,000 പേരുടെ മരിച്ച വിവരം ഒരു പൂഴ്ത്തി വെച്ചത് പുറത്തു വന്നത്, ഇല്ലേ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായ ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം ഒന്ന് മഹാരാഷ്ട്രയ്ക്ക് കേരളത്തിന്റെ 3 ഇരട്ടി പോപ്പുലേഷനുള്ള സംസ്ഥാനമാണ്. ഈ ഗവൺമെന്റിന് ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, നിയമസഭയ്ക്കകത്തും പുറത്തും, എന്താണ് ഈ ഗവൺമെന്റിന്റെ മുൻഗണന? സർക്കാരിന്റെ മുൻഗണന എന്താണ്?